ഷാമിലുല്ലി ഉമൂമി ബനി ആദം, മനുഷ്യരെ മുഴുവനും ഉൾക്കൊള്ളണം, മനുഷ്യരെ നാം ആദരിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു പറയുമ്പോൾ ആ മനുഷ്യരിൽ അത് ദഖറ വൽ ഉൻസ, ആണും പെണ്ണും, വൽ ബിർറ വൽ ഫാജിർ, നന്മ ചെയ്യുന്നവനും തിന്മ ചെയ്യുന്നവനും, വൽ ഗനിയ വൽ ഫഖീർ, ധനാഢ്യനും പാവപ്പെട്ടവനും, വൽ ഖവിയ വൽ ലഈഫ്, അവശത അനുഭവിക്കുന്നവരും ആരോഗ്യവാനും, വശരീഫ വൽ വളിയ, സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ളവരും അല്ലെങ്കിൽ അപരിവൽക്കരിക്കപ്പെട്ടവരും എല്ലാം അള്ളാഹു ബഹുമാനിച്ചവരിൽ ഉൾപ്പെടുമെങ്കിൽ പടച്ച തമ്പുരാൻ ബഹുമാനിച്ച ഒരു വിഭാഗത്തെ ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് അവഗണിക്കാൻ പറ്റുക? ശ്രദ്ധേയമായ വാക്കാണത്. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യ സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. ആ ആദരവ് പഠിപ്പിക്കാനാണ് ഇന്നേ വരെ കഴിഞ്ഞുപോയ ലക്ഷക്കണക്കിന് അമ്പിയാക്കളും മഹാരഥന്മാരും പുണ്യവാളന്മാരും ഈ ലോകത്ത് ജീവിച്ചു പോയത്. ലോകം അടക്കി ഭരിച്ച സുലൈമാൻ നബി അലിഹിസ്സലാമിൻ്റെ കൊട്ടാരത്തിൽ വലിയ തളികയും വലിയ ചെമ്പ് പാത്രവും സംവിധാനിച്ചതു തന്നെ പാവപ്പെട്ടവർക്ക് വന്ന് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാനായിരുന്നു. നബിയുല്ലാഹി ഇബ്രാഹിം നബി അലിഹിസ്സലാമിൻ്റെ ജീവചരിത്രം എടുത്തു പരിശോധിച്ചാൽ മഹാനവറുകൾ എപ്പോൾ ഫുഡ് പാചകം ചെയ്താലും ചുറ്റുവട്ടത്ത് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് പാവപ്പെട്ടവർ, അവശത അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് അവരെയും വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് കൂടി തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ അവസരം നൽകുന്നത് കൊണ്ടാണ് മഹാനെ ചരിത്രം വിളിക്കുന്നത് തന്നെ അബുൽ ലീഫാൻ, അതിഥികളുടെ പിതാവ്, അതിഥികളുടെ ഉപ്പ എന്നാണ്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ പലരും വെള്ളം കോരാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന സമയത്ത് പാവപ്പെട്ട ദുർബലരായ രണ്ട് സ്ത്രീകളെ മാറി നിൽക്കുന്നതായി കണ്ട ചരിത്രം ഖുർആനിലുണ്ട്. നിങ്ങൾ എന്തേ മാറി നിൽക്കുന്നത്? പുരുഷന്മാരോട് ഇടകലരേണ്ടതില്ലല്ലോ. നമ്മുടെ വീട്ടിലാണെങ്കിൽ വാപ്പ മാത്രമേ ഉള്ളൂ, അവർക്ക് വെള്ളം കോരിക്കൊടുക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ചാരിറ്റിയുടെ മനസ്സും സാന്ത്വനത്തിൻ്റെ ജീവചരിത്രവുമുള്ള മൂസാ നബി അലിഹിസ്സലാം ആ സ്ത്രീകൾക്ക് വെള്ളം കോരിക്കൊടുത്ത ചരിത്രം ഖുർആനിൽ നമ്മോട് പറയുന്നത് ഇന്നേ വരെ കഴിഞ്ഞുപോയ നബിമാര് മുഴുവനും മനുഷ്യരോടൊപ്പം നിന്നവരാണ് എന്ന ബോധ്യം നമുക്ക് നൽകാനാണ്. ചുറ്റുവട്ടത്ത് കോടീശ്വരന്മാരായ അനുചരന്മാരുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ കോടീശ്വരനാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കോടീശ്വരനാണ്. ലക്ഷപ്രഭുക്കളായ സിദ്ദീഖ് തങ്ങൾ അടക്കമുണ്ടായിട്ടും മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനാണ് ജൂതനായ മറ്റൊരു മതത്തിലെ സഹോദരൻ്റെ വീട്ടിൽ പോയിട്ട് തൻ്റെ പടയെങ്കി പണയം വെച്ച് 30 ദിർഹം വാങ്ങിയതിൻ്റെ താല്പര്യം എന്താണ്? തൻ്റെ അനുചരരോട് പറഞ്ഞുകൂടായിരുന്നോ? മനുഷ്യർക്കൊപ്പം നിന്നുകൊണ്ട് ജീവിക്കാനാണ് നബിമാർ മുഴുവൻ ജീവിച്ച് കാണിച്ചു തന്നത്. ചരിത്രം മുഴുവൻ എടുത്ത് പരിശോധിച്ചാൽ പ്രിയപ്പെട്ടവരെ, ഇസ്ലാം എന്നാണോ ആരംഭിച്ചത് അന്നു മുതൽ ഈ പ്രമേയം മതം ഉയർത്തിപ്പിടിക്കുന്നതായി നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ്. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തൻ്റെ അയൽവാസിയായ മനുഷ്യൻ മദ്യപാനിയായിരുന്നു. എപ്പോഴും മദ്യപിച്ച് ലക്കുകെട്ട് പാട്ടുപാടി ശബ്ദങ്ങൾ ഉണ്ടാക്കി അയൽവാസിയായ അബൂ ഹനീഫ തങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്നുണ്ട് എന്ന് അബൂ ഹനീഫ തങ്ങൾക്കറിയാം. എന്നിട്ടും ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ സൗണ്ട് കേൾക്കാതിരുന്നപ്പോൾ, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കാതിരുന്നപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അന്വേഷിക്കുകയാണ് തൻ്റെ അയൽവാസി എവിടെയാണ് പോയത്. അപ്പോഴാണ് റിപ്പോർട്ട് ലഭിക്കുന്നത് പാട്ടുപാടി മറ്റുള്ളവരെ ശല്യപ്പെടുത്തി കൂത്താടിയ കാരണത്താൽ നിയമപാലകർ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലാക്കിയിട്ടുണ്ട് എന്ന്. അപ്പോഴാണ് ലോകം അംഗീകരിക്കുന്ന നാട്ടിൽ ഏറ്റവും വിലയുള്ള അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തൻ്റെ അയൽവാസിയെ മോചിപ്പിക്കണം, തൻ്റെ അയൽവാസിയെ രക്ഷപ്പെടുത്തണം എന്ന് കരുതിയിട്ട് ജയിലിലേക്ക് പോകുന്നത്. നിയമപാലകർ തന്നെ അത്ഭുതപ്പെട്ടു പോയി.
സൂഫിയും പണ്ഡിതരുടെ പണ്ഡിതനുമായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്തിനാണ് ഈ വഴിക്ക് വന്നത്? അപ്പോഴാണ് പറയണത്, എൻ്റെ അയൽവാസി ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ജാമ്യം നിൽക്കാൻ, അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ, അദ്ദേഹത്തെ എങ്ങനെയെങ്കിലുമൊക്കെ ഈ ജയിലിൽ നിന്ന് മോചിതനാക്കാനാണ് ഞാൻ ഇവിടെ വന്നത് എന്ന ചരിത്രം വായിക്കുമ്പോൾ, തൻ്റെ മതത്തിൽ പെടാത്തതാണെങ്കിലും ഒരു സഹോദരിയെ, മലയാള കരയിലുള്ള ഒരു സഹോദരിയെ രക്ഷപ്പെടുത്തണമെന്നും അവരെ മോചിപ്പിക്കണമെന്നും വധശിക്ഷയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും സുൽത്താനുൽ ഉലമ ഉസ്താദ് ഉയർത്തിപ്പിടിച്ച ആശയം ചരിത്രത്തിൻ്റെ ഇന്നലകളിലുള്ള പുണ്യവാളന്മാർ ഇസ്ലാമിൻ്റെ മനോഹരമായ ആശയങ്ങളായി കാണിച്ചു തന്നതാണെന്ന് ചരിത്രത്തിൻ്റെ രേഖകൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. തീർന്നില്ല. സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു സൂഫി ലോകത്ത് വിരാജിക്കുന്ന മഹാനാണ്. 10 കൊല്ലം തൻ്റെ അയൽവാസിയായ ജൂതമതക്കാരനായ, അല്ലെങ്കിൽ തീ ആരാധകനായ മജൂസിയായ അയൽവാസിയെ വിളിച്ചിട്ട് പറയുന്ന ഒരു റിക്വസ്റ്റ് ഉണ്ട് ചരിത്രത്തിൽ. എന്താണ് ആ റിക്വസ്റ്റ്? നമ്മൾ 10 കൊല്ലമായി ഒന്നിച്ച് ജീവിക്കുന്നവരാണ്. ഇതുവരെ ഒരു ബുദ്ധിമുട്ടും നമ്മൾ തമ്മിൽ ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ തമ്മിൽ ഒരു സൗന്ദര്യ പിണക്കമില്ല. ഞാനിതാ അവശ നിലയിലെത്തിയിട്ട് മരണത്തോട് മല്ലിടുന്ന രോഗത്തിലാണുള്ളത്. ഞാൻ നിങ്ങളെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചതിൻ്റെ താല്പര്യം, 10 വർഷമായി നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ടോയ്ലറ്റിലെ പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടിയിട്ട് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തേക്കാണ് ദുർഗന്ധം വമിക്കുന്ന വെള്ളം ഒഴുകുന്നത്. അതിൽ എനിക്ക് പരിഭവങ്ങൾ ഉണ്ടായില്ല. ഇന്നേ വരെ നിങ്ങളോട് ഞാൻ അസ്വസ്ഥത കാണിച്ചില്ല. എൻ്റെ ഈ 2 കരങ്ങൾ കൊണ്ടാണ് ഞാൻ അതൊക്കെ വൃത്തിയാക്കിയത്. ഇപ്പോൾ നിങ്ങളെ വിളിച്ചു പറയുന്നതിൻ്റെ താല്പര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇവിടുന്ന് മരിച്ച് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞാൽ, ഒന്നിക്കിൽ എൻ്റെ അനന്തരക്കാർ ഈ വീട്ടിൽ താമസിക്കും, അല്ലെങ്കിൽ വേറൊരു വിഭാഗം ആൾക്കാർ വന്നിട്ട് ഈ വീട്ടിൽ താമസിക്കും. അവർക്ക് നിങ്ങളുടെ വീട്ടിലെ ടോയ്ലറ്റിലെ പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിലെ ദുർഗന്ധം സഹിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. എൻ്റെ ജീവിതകാലത്ത് സഹിച്ചതുപോലെ എൻ്റെ മരണാനന്തര കാലത്ത് അവർ സഹിച്ചോളണമെന്നുമില്ല. എൻ്റെ അയൽവാസിക്ക് എൻ്റെ മരണശേഷവും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടുള്ള വിനയ പുരസ്കരമായിട്ടുള്ള ഒരു റിക്വസ്റ്റാണ് കൂട്ടുകാരെ. അതൊന്ന് നിങ്ങൾ ശരിയാക്കണം എന്ന് പറയുമ്പോഴേക്ക് ആ മജൂസി കരഞ്ഞു പോവുകയാണ്. മതത്തിൻ്റെ ആശയം മനുഷ്യരോടൊപ്പം ചേർന്നു നിൽക്കുന്നതിൻ്റെ, മനുഷ്യർക്കൊപ്പം നിൽക്കുന്നതിൻ്റെ സൗന്ദര്യവും കണ്ട് അദ്ദേഹം ഇസ്ലാമിൻ്റെ ആശയം പുൽകുന്ന ചരിത്രമാണ് ഗ്രന്ഥങ്ങൾ നമ്മോട് സംസാരിക്കുന്നത്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഇസ്ലാമിൻ്റെ ഓരോ ആശയങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഇവിടെ ഒരു 10 ആശയങ്ങളിലേക്ക് നിങ്ങളുടെ അറ്റൻഷൻ കൊണ്ടുവരാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഒന്ന്, നീതിപൂർവമായ ഇടപെടലുകളായിരിക്കണം നമ്മൾ ഓരോ ഇടങ്ങളിലും നടത്തേണ്ടത്. നീതി നഷ്ടപ്പെടുന്ന കാലത്ത്, അനീതി വാഴുന്ന കാലത്ത്, പണവും പത്രാസും അധികാര പദവികളുമെല്ലാം നീതിയെ അതിജയിച്ചുകൊണ്ട്, നീതിയെ തോൽപ്പിച്ചുകൊണ്ട് അനീതി ജയവേരി മുഴക്കുന്ന ഈ കാലത്ത്, വെനസ്ലേയും മറികടന്ന അനീതിയുടെ കാലത്ത് നീതിയുടെ ചൂട്ട് കത്തിച്ച് മനുഷ്യരോടൊപ്പം നിൽക്കാനാണ് മതം നമ്മോട് പറയുന്നത്. വൈജാത്യങ്ങളെ മാറ്റിവെച്ച് മനുഷ്യരോടൊപ്പം നിങ്ങൾ നീതിയുടെ കാവലാളുകളാവണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അവിടെ മതത്തിൻ്റെയോ ജാതിയുടെയോ വർഗത്തിൻ്റെയോ വൈജാത്യങ്ങൾക്കപ്പുറത്ത് മനുഷ്യരോടൊപ്പം നിൽക്കാനാണ് ബൈനന്നാസ് അൻ തഹ്കുമു ബിൽ അദ്ൽ, നീതിയോടൊപ്പം നിൽക്കണം. കണ്ടില്ലേ, 4ാമത്തെ ഖലീഫയായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പടയങ്കി തൻ്റെ വാഹനപ്പുറത്തുനിന്ന് വീണു. പിന്നീട് അത് കാണുന്നില്ല. കുറേ സെർച്ച് ചെയ്തു, അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അവസാനം തൻ്റെ മതത്തിൽ പെടാത്ത ഒരു ജൂതനായ സഹോദരന്റെ കയ്യിൽ അത് കണ്ടപ്പോൾ അടയാളങ്ങൾ മുഴുവനും നോക്കിയിട്ട് അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളെന്ന ഖലീഫ പറയുകയാണ്, ഇത് എൻ്റേതാണല്ലോ സഹോദര. അല്ലല്ലോ, ഇത് എൻ്റേതാണെന്നുള്ളതിൻ്റെ പല തെളിവുകളും എൻ്റെ പക്ഷത്തുണ്ട്. ഇതെൻ്റേതാണ്.
നിങ്ങൾ നോക്കണം, ഖലീഫയാണ് സംസാരിക്കുന്നത്. ജൂതനായ മനുഷ്യൻ ന്യായങ്ങൾ നിരത്തിയിട്ട് പറഞ്ഞു, ഇതെൻ്റേതാണ്, നിങ്ങളുടേതല്ല. അതിനൊന്നാമതായി അദ്ദേഹം പറഞ്ഞത്, ഇത് എൻ്റെ പക്കലാണ് ഉള്ളത്, ഇത് എൻ്റെ പക്കലാണല്ലോ ഉള്ളത്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കേസ് കോടതിയിലെത്തി. അലി തങ്ങൾ നിശ്ചയിച്ച അന്നത്തെ ന്യായാധിപൻ ശുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു എന്ന ജഡ്ജായിരുന്നു. രണ്ടുപേരെയും കോടതിയിൽ വിസ്തരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തേ വന്നതിൻ്റെ താല്പര്യം? ശുറൈഹുൽ ഖാദി എന്ന ജഡ്ജിയോട് ഖലീഫയായ അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഈ പടയങ്കി എൻ്റേതാണ്. അതിന് തെളിവുണ്ടോ? ആ, തെളിവുണ്ട്. അതിന് സാക്ഷികളുണ്ടോ? ഓ, എൻ്റെ മകൻ തന്നെ സാക്ഷിയാണ്. മകനോ? മകൻ വാപ്പാക്ക് സാക്ഷി നിന്നാൽ സാക്ഷിക്ക് പറ്റൂലല്ലോ. എൻ്റെ മകനായ ഹസനും ഹുസൈനും സാക്ഷിക്ക് പറ്റില്ലെന്നോ? സ്വർഗത്തിലെ ചെറുപ്പക്കാരുടെ ലീഡർ എന്ന് ഇസ്ലാം നബി തങ്ങൾ പ്രഖ്യാപിച്ചവരല്ലേ? അതൊക്കെ ശരി, അതൊക്കെ പരലോകത്തെ പദവികളാണ്. ശരി, വാപ്പാക്ക് മകൻ സാക്ഷി നിന്നാൽ പറ്റില്ലല്ലോ അലിയാർ തങ്ങളെ. വേറെ വല്ല സാക്ഷികളുണ്ടോ? ഇല്ല. നിനക്കെന്ത് പറയാനുണ്ട്? ജൂതനായ മനുഷ്യനോട് ന്യായാധിപനായ ശുറൈഹുൽ ഖാദി തങ്ങൾ ചോദിച്ചപ്പോൾ, ഇതെൻ്റെ പക്കലല്ലേ ഉള്ളത്, ഇതെൻ്റേതു തന്നെ. വിധിയാതാ വരുന്നു. ആ പടയങ്കി ഈ ജൂതന് വിട്ടുകൊടുത്തു. ആ ജൂതൻ നീതിയുടെ കാവലാളുകളായ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ കോടതികളെ കണ്ടപ്പോൾ കരഞ്ഞുപോയി. പൊട്ടി പൊട്ടി കരഞ്ഞ അദ്ദേഹം പറയാണ്, ഇതെൻ്റെതല്ലായിരുന്നു ഖാദി തങ്ങളെ, ഇതെൻ്റെതല്ല. ഇത് അലിയാർ തങ്ങളുടെ വാഹനപ്പുറത്തുനിന്ന് വീണപ്പോൾ അന്യായമായി ഞാൻ കൈപ്പറ്റിയതാണ്. എന്നിട്ടും നിങ്ങളുടെ മതം ഇത്രമേൽ നീതിപൂർവം വിധി നടത്തുന്നത് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞ് മതത്തിൻ്റെ ആശയം പുൽകുന്ന ചരിത്രം ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാം. ഇതാണ് ഇസ്ലാം നമ്മോട് മുന്നോട്ട് വെക്കുന്നത്. നീതിപൂർവമായ ഇടപെടലുകളായിരിക്കണം. നീതിയെ കാറ്റിൽ പറത്തി പണവും പത്രാസും അധികാരങ്ങളുമെല്ലാം അനീതിയുടെ ജയവേരി മുഴക്കുന്ന പുതിയ കാലത്ത് നമ്മളാണ് കാവലിരിക്കേണ്ടത് നീതിക്ക്. ഈ രാജ്യത്ത്, ഈ നാട്ടിന്, ഈ ലോകത്ത് നീതിയുടെ കാവലാളുകളാവണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചരിത്രം മുഴുവനും വിശേഷിപ്പിക്കുന്നത് കാന അഅദലന്നാസ്. നീതി എന്തെന്ന് ജീവിതത്തിൽ പഠിപ്പിച്ചു തന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഏറ്റവും മൈന്യൂട്ടായ കാര്യത്തിൽ വരെ നീതി കാണിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തൻ്റെ അടുത്തിരിക്കുന്ന അനുചരൻ തൻ്റെ മകൻ വന്നപ്പോൾ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് മടിയിലിരുത്തിയത് കാണുകയാണ് ആ സ്വഹാബിയുടെ മകൾ. ആ മകളും ഓടി വന്നപ്പോൾ ആ കുഞ്ഞുമോളെ വാരി പുണർന്ന് മടിയിലിരുത്തിയപ്പോൾ ഉടനെ ലോകത്ത് നീതി എന്തെന്ന് പഠിപ്പിച്ച മുത്തുനബി തങ്ങൾ പറയാണ്, നീതി കാണിച്ചില്ലല്ലോ മോനെ. ഒന്നാമത്തെ കുട്ടി വന്നപ്പോൾ ചുംബനം കൊടുത്തിട്ടാണ് മടിയിലിരുത്തിയത്. രണ്ടാമത്തെ കുട്ടി വന്നപ്പോൾ ചുംബനം ഇല്ലാതെയാണ് മടിയിലിരുത്തിയത്. നീതിയായില്ലല്ലോ മോനെ. ഓ, എത്ര സൗന്ദര്യമുള്ള ആശയമാണ്. വളരെ മൈന്യൂട്ടായ ആശയത്തിൽ പോലും നീതി കാണിക്കണം എന്ന് നമ്മൾ പഠിപ്പിക്കുന്നത്. പുതിയ കാലത്തെ വികാസങ്ങളും പുതിയ കാലത്തെ സംഭവങ്ങളും നമ്മൾ വായിക്കുമ്പോൾ അനീതിയാണ് കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കുന്നത്. രാജ്യത്തിൻ്റെ നിയമങ്ങളിൽ, രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണങ്ങളിൽ എല്ലായിടത്തും അനീതി വാഴുന്ന കാലത്ത് അൻതഹ്കുമു ബിൽ അദ്ൽ, ഈ ലോകത്തെ അല്ലാഹു നിർമ്മിച്ചതു തന്നെ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, നീതി എന്തെന്ന് കാണിച്ചു കൊടുക്കാനാണ്. അതാണ് ഒന്നാമത് നിങ്ങളോട് മുന്നോട്ട് വെക്കാനുള്ള ആശയം. രണ്ടാമത്തത് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ വെക്കുന്നത് വഖൂലു ലിന്നാസി ഹുസ്ന, വർത്തമാനങ്ങൾ മുഴുവനും നന്മയുടെ വർത്തമാനങ്ങളായിരിക്കണം. പറയുന്നത് മുഴുവനും ശരിയുടെ പക്ഷത്തായിരിക്കണം. വഖൂലു ലിന്നാസി ഹുസ്ന, നല്ല വർത്തമാനങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഉപകാരം തന്നാൽ തിരിച്ച് പ്രത്യുപകാരം ചെയ്യണം, ശരി. ഇനി ആരെങ്കിലും നമ്മെ ഉപദ്രവിച്ചാൽ പോലും വാക്കുകളിൽ അസഭ്യം വരാൻ പാടില്ല.
സോഷ്യൽ മീഡിയയുടെ അലക്കലുകളുടെ ട്രോളുകളുടെ പരിഹാസത്തിന്റെ കാലത്ത് വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, കണ്ണുകൊണ്ട് പുരികം കൊണ്ട് പോലും പരിഹസിക്കരുത്. വാക്കും നാക്കും സൂക്ഷിക്കണം. വാക്കുകളെ സൂക്ഷിക്കാത്തവർ യഥാർത്ഥ മുഅ്മിനല്ലെന്ന് ഇസ്ലാം പറയുമ്പോൾ വഖൂലു ലിന്നാസി ഹുസ്ന, മനോഹരമായ വർത്തമാനങ്ങൾ മാത്രമേ നമ്മുടെ നാവിൻ തുമ്പിൽ നിന്ന് വരാൻ പാടുള്ളൂ. അതാണ് അൽ മുസ്ലിമു മൻ സലിമ അന്നാസു മിൻ ലിസാനിഹി വയദിഹി. ആരാണ് യഥാർത്ഥ മുസ്ലിം? ആരാണ് യഥാർത്ഥ വിശ്വാസി? മൻ സലിമ അന്നാസു മിൻ ലിസാനിഹി വയദിഹി. അവന്റെ കരങ്ങളിൽ നിന്നും അവന്റെ നാവിൽ നിന്നും ഒരു ഇമോജിയാണെങ്കിലും ഒരു അസഭ്യ വർത്തമാനങ്ങളാണെങ്കിലും ഒരു ട്രോളും വരാത്തവനായിരിക്കണം. ആര് രക്ഷപ്പെടണം? മൻ സലിമ അന്നാസു മിൻ ലിസാനിഹി വയദിഹി. മതമുണ്ടാവട്ടെ ഇല്ലാതാവട്ടെ, ഈശ്വരവാദിയാവട്ടെ നിരീശ്വരവാദിയാവട്ടെ, റാഷണാലിസ്റ്റ് ആവട്ടെ ഡൊറാസ്റ്റിക് ആവട്ടെ, മനുഷ്യനാണെങ്കിൽ അവനെ ബുദ്ധിമുട്ടിക്കാൻ നിനക്കൊരിക്കലും പറ്റില്ല. വേറൊരാളുടെ വസ്ത്രത്തെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. അയാളുടെ മതത്തിന്റെ അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിന്റെ, അയാളുടെ ജീവിതത്തിന്റെ, അയാളുടെ വാഹനത്തിന്റെ, അയാളുടെ സെർവന്റിന്റെ, അയാളുടെ സ്റ്റാഫിന്റെ, അയാളുടെ ഷോപ്പിന്റെ, അയാളുടെ വീടിന്റെ, അയാളുടെ ഇണയുടെ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതും ഇസ്ലാമിൽ പരദൂഷണമാണ്. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. അവർക്കാണ് ആഖിറത്തിൽ കഠോരമായ ശിക്ഷ സംവിധാനിച്ചിട്ടുള്ളത്. ഇസ്ലാമിൽ അമുസ്ലിമിനെ പരദൂഷണം പറയുന്നതിന്റെ വിധി എന്താണ്? മുസ്ലിമിനെ പരദൂഷണം പറയുന്നതിന്റെ ഹറാം, ആ മുസ്ലിമിനെ പറയുന്നതിന്റെയും മാനദണ്ഡമാക്കുന്നതിന്റെ താല്പര്യം എന്താണ്? വലഖദ് കറംനാ ബനി ആദം. ഈ ലോകത്തെ പടച്ച് നിയന്ത്രിക്കുന്ന പടച്ച തമ്പുരാൻ മനുഷ്യരോടൊപ്പം നിൽക്കുമ്പോൾ അടിയാറുകളായ നമുക്കെങ്ങനെ മനുഷ്യരിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും? വഖൂലു ലിന്നാസി ഹുസ്ന. നിന്റെ വാഹനത്തിന് എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനം ഒന്ന് ജസ്റ്റ് ഒരു സ്ക്രാച്ച് വരുത്തുമ്പോഴേക്ക് നിന്റെ നാവിൻ തുമ്പത്തുനിന്ന് അസഭ്യങ്ങളാണ് വരുന്നതെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലൈസൽ മുഅ്മിനു ബിത്തആൻ വലൽ ലആൻ വലൽ ഫാഹിഷ് വലൽ ബദീ. അസഭ്യം പറയുന്നവൻ മുഅ്മിനല്ല. അശ്ലീലം രുചിക്കുന്ന വാക്കുകൾ പറയുന്നവൻ യഥാർത്ഥ മുസ്ലിമല്ല. പരിക്കേൽപ്പിക്കുന്ന പ്രതികരണങ്ങളല്ല ചാനൽ ചർച്ചകളിലോ മറുപടി പ്രസംഗങ്ങളിലോ നമ്മളിൽ നിന്നും ഉണ്ടാവേണ്ടത്. വളരെ ശാന്തമായ സംവാദങ്ങളെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. ഇസ്ലാമിക ലോകത്തുള്ള സംവാദങ്ങൾ തന്നെ നിങ്ങളൊന്ന് എടുത്തു പരിശോധിച്ചു നോക്കൂ. എതിർഭാഗത്തുള്ളവരോട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്ന പണ്ഡിതൻ പറയുന്നത് എന്താണ്? ആശയത്തിൽ മാത്രമാണ് നമുക്ക് എതിരഭിപ്രായം, സൗഹാർദ്ദത്തിൽ ഒരു കുറവുമില്ല കേട്ടോ, നമുക്ക് സംവാദം സ്റ്റാർട്ട് ചെയ്യാം. എന്തൊരു മനോഹരമായ, എന്തൊരു ശാന്തമായ കാം ആൻഡ് ക്വയറ്റായ ഡിബൈറ്റുകളാണ് ഇസ്ലാമിക ലോകത്ത് നടന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നബിയെ ശത്രുക്കൾക്കെതിരെ ഒന്ന് ദുആ ചെയ്യുമോ എന്ന് പറയുമ്പോൾ ഇന്നി ലം ഉബ്അസ് ലആനൻ വ ഇന്നമാ ബുഇസ്തു റഹ്മാ. ആർക്കെങ്കിലും ശാപ പ്രാർത്ഥന നടത്താൻ നിയോഗിക്കപ്പെട്ട ആളല്ല ഞാൻ. വ ഇന്നമാ ബുഇസ്തു റഹ്മാ. കാരുണ്യമെന്തെന്ന് പഠിപ്പിക്കാനും കരുണയുടെ അരുണവർഷങ്ങൾ ഈ ലോകത്തിന് ബോധ്യപ്പെടുത്താനുമാണ് എന്നെ പടച്ച തമ്പുരാൻ നിയോഗിച്ചതെന്ന് പറയുകയാണ്, ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അഭിമാനം, ആ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഒരു വാക്ക് പോലും നമ്മുടെ വാക്കുകളിൽ, നാക്കുകളിൽ, നമ്മുടെ വിരലിൻ തുമ്പുകളിൽ വരരുത്. നിങ്ങൾ നോക്കൂ, എന്തിനാണ് ഹദീസിൽ അൽ മുസ്ലിമു മൻ സലിമന്നാസു മിൻ ലിസാനിഹി വയദിഹി, ഏതു മനുഷ്യനും നമ്മുടെ കരങ്ങളിൽ നിന്ന്, നമ്മുടെ നാവിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യണത്? ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഒന്നിക്കിൽ നാക്കുകൊണ്ട് അല്ലെങ്കിൽ കരങ്ങൾ കൊണ്ടായിരിക്കും. മെസ്സേജ് ടൈപ്പ് ചെയ്ത്, ഇമോജി സെൻഡ് ചെയ്ത്, ട്രോളുകൾ വർത്തമാനങ്ങളാക്കി കൊണ്ടുവന്ന് അതായിരിക്കും മിക്കവാറും ഉണ്ടാവുക.
അതൊന്നും ഒരു മുസ്ലിമിന് പറ്റില്ല. വഖൂലു ലിന്നാസി ഹുസ്നാ. മനുഷ്യരോടൊപ്പം നിൽക്കുന്നതിൻ്റെ മൂന്നാമത്തെ ചിത്രം സ്വർഗസ്ഥരെ പരിചയപ്പെടുത്തുന്ന ഖുർആനിന്റെ ആശയങ്ങൾ. ആർക്കാണ് സ്വർഗം? ആർക്കാണ് വിജയം? അധ്വാനിക്കുന്നത് മുഴുവനും പരലോകത്ത് സ്വർഗം ലഭിക്കാനാണ്, വിജയം ലഭിക്കാനാണ്. ആർക്കാണ് ആ സ്വർഗം ലഭിക്കുന്നത്? വയുത്ഇമൂന ത്വആം, ഭക്ഷണം നൽകുന്നവർ. ആർക്ക്? അലാ ഹുബ്ബിഹി മിസ്കീനൻ, നമുക്കാവശ്യമുണ്ടായിരിക്കെ തന്നെ അപരന്റെ വേദനയെ തിരിച്ചറിഞ്ഞ് ഭക്ഷണം നൽകുന്നവർ. ഇസ്ലാമിൽ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നമുക്കാവശ്യമുണ്ടായിരിക്കെ തന്നെ മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുന്ന മനുഷ്യർ, അവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ. അവർക്കാണ് അല്ലാഹു സ്വർഗം സംവിധാനിച്ചിട്ടുള്ളത്. വിശന്നിരിക്കുന്ന പ്രവാചകാനിയായിയുടെ ഒരു വീട്ടിലേക്ക് ആട്ടിന്റെ തലയെത്തിയ കഥയുണ്ട് കിതാബിൽ, ചരിത്ര ഗ്രന്ഥത്തിൽ. ആ സ്വഹാബിയും പ്രിയതമയായ ഭാര്യയും സന്തോഷിച്ചു. കുറേ ദിവസത്തെ പട്ടിണി മാറ്റാൻ ഈ ആട്ടിന്റെ തല പാചകം ചെയ്ത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അയൽവാസിയുടെ പട്ടിണി സ്മെല്ല് വിശ്വാസത്തിന്റെ, ഈമാനിന്റെ വെളിച്ചത്തിൽ അവർക്ക് ബോധ്യമാകുന്നത്. അപ്പുറത്തെ വീട്ടിലേക്ക് ആട്ടിൻ തലയെത്തി. രണ്ടാമതെത്തിയ വീട്ടുകാരൻ ചിന്തിക്കുകയാണ്, കുറേ ദിവസത്തെ പട്ടിണി ഇതുകൊണ്ട് മാറ്റാമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അവർക്കിടയിലും ഒരു ഡിസ്കഷൻ വന്നു. അപ്പുറത്തെ വീട്ടുകാർ നമ്മളെക്കാൾ കഷ്ടപ്പെടുന്നവരല്ലേ എന്ന്. ആടിന്റെ തല മൂന്നാമത്തെ വീട്ടിലേക്ക് എത്തി. കറങ്ങി കറങ്ങി 7 വീടുകൾ കറങ്ങി 1-ാം വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിയ ചരിത്രം മനുഷ്യരോടൊപ്പം നിൽക്കാൻ പഠിപ്പിക്കുകയാണ്. യുദ്ധഭൂമിയിൽ ചോരയിൽ രക്തത്തിൽ മരണത്തോട് മല്ലിടുന്ന് കിടക്കുന്ന പ്രവാചകാനുയായിയായ ഒരു സ്വഹാബി വെള്ളം തരുമോ എന്ന ജീവിതത്തിന്റെ അവസാനത്തെ ആഗ്രഹം പങ്കുവെച്ചപ്പോൾ കുടുംബക്കാരനായ ഒരാൾ വെള്ളത്തിന്റെ പാത്രവുമായിട്ട് ചെന്നു. വെള്ളം ചുണ്ടിനോട് അടുപ്പിക്കുകയാണ്. അപ്പോഴാണ് ജീവന്റെ അവസാനത്തെ തുടിപ്പിൽ തൻ്റെ ചെവിയിൽ എന്തോ ഒരു സ്വരം കേൾക്കുകയാണ്. അൽമാ അൽമാ. ഇതുപോലെ മരണത്തോട് മല്ലിടുന്ന ഒരാൾ വെള്ളം ചോദിക്കുന്നുണ്ടോ എന്നൊരു ശബ്ദം. ആ സ്വഹാബി അപ്പുറത്തേക്ക് കൊടുക്കാൻ പറഞ്ഞു. ആ സ്വഹാബി മൂന്നാമത്തെ ആൾക്ക് കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴേക്ക് മൂന്നാമത്തെ ആൾ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു. തിരിച്ചു വരുമ്പോഴേക്ക് രണ്ടുപേരും ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു. വെള്ളത്തിന്റെ പാത്രം വെള്ളം നിറയുമായി കൊണ്ടുപോയ സ്വഹാബിയുടെ കയ്യിൽ ഉണ്ട്. 3 പേരും മനുഷ്യരോടൊപ്പം നിന്ന് ഈ ലോകത്ത് മാതൃക കാണിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇങ്ങനത്തെ ലക്ഷക്കണക്കിന് മനുഷ്യരെ ജീവിച്ച് കാണിച്ചു തന്ന് പഠിപ്പിച്ചയാളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. അനാഥകൾക്ക്, അഗതികൾക്ക്, വഅസീറ, അസീറിനും നിങ്ങൾ ഭക്ഷണം നൽകണം. ആരാണ് ഈ അസീർ? അൽ അസീർ എന്ന് പറഞ്ഞാൽ ആരാണ്? മിൻ അഹ്ലിൽ ഖിബ്ലതി വഗൈരിഹിം. അവന് മതമുണ്ടാവട്ടെ മതമില്ലാതിരിക്കട്ടെ, മതമുണ്ടാവട്ടെ മതമില്ലാതിരിക്കട്ടെ. ആരാണ് ആ അസീർ? അന്നാഖിസുൽ അഖൽ. മെന്റൽ വിഷമങ്ങളുള്ളവരുണ്ടാകും. സമൂഹം അവരെ അവഗണിക്കരുത്. അവരെയും ചേർത്തു പിടിക്കണം. അങ്ങനെ കൂടെയുള്ളവരെ മുഴുവനും ചേർത്തു പിടിച്ച് മനുഷ്യരോടൊപ്പം നിന്ന് മതത്തിൻ്റെ ആശയങ്ങളെ നമ്മളെല്ലാവരും ജീവിച്ച് കാണിച്ചു കൊടുക്കാനാണ് മതം നമ്മോട് പറയുന്നത്. വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.